നമസ്കാരം, ഞാൻ ഷോബിൻസ് രാജ് പാമ്പങ്ങൽ ക്ഷേത്ര മഠാധിപതി. ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം തുളസി ദേവിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് തുളസി ചെടി. വൃശ്ചിക പൗർണമി, വൃശ്ചികത്തിലെ വെളുത്തവാവ് ദിവസം തുളസി ദേവിയുടെ ജന്മദിനമായിട്ട് നമ്മൾ ആരാധിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അതിൽ അന്നത്തെ ദിവസം നമ്മൾ രാവിലെ എണീറ്റ് ആ തുളസി ചെടിയിലേക്ക് നന്നായിട്ട് വെള്ളം, അമ്പലത്തിൽ നിന്ന് മേടിച്ച പുണ്യാഹമല്ല, നമ്മുടെ വീട്ടിൽ ഏറ്റവും ശുദ്ധിയുള്ള വെള്ളം നന്നായിട്ട് തെളിച്ച് ശുദ്ധിയാക്കി ആ തുളസി, ചിലപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് തന്നെ ആയിക്കോട്ടെ, അതിന് നമ്മൾ വേണമെങ്കിൽ ഇറയത്തേക്ക് എടുത്ത് വെച്ചിട്ട് തുളസി ശുദ്ധിയാക്കിയതിന് ശേഷം ധൂപം, അതായത് നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് പോച്ചാലും മതി. പിന്നെ ഒരു കൊടിവിളക്കിൽ തിരുനൂലൊക്കെ കാണിച്ച് ഒരു കർപ്പൂരമൊക്കെ ഒന്ന് ഉഴിഞ്ഞ് എടുത്ത് ശ്രീം ഹ്രീം ക്ലീം ഐം വൃന്ദാവന്യൈ നമ എന്ന മന്ത്രം നമ്മളൊരു 16 ഉരു ജപിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നിവേദ്യമണി കൊടുക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. തുളസി ദേവിക്ക് നല്ലൊരു പാൽപ്പായസമൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ പൂജിച്ച് കഴിഞ്ഞാൽ വർഷം തോറും ഉറപ്പായിട്ടും കുട്ടികൾക്ക് നിരന്തരം ഉണ്ടാകുന്ന രോഗദുരിതങ്ങൾ ഇതൊക്കെ മാറ്റം കിട്ടും. വിവാഹ തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള കാര്യതടസ്സം, കുടുംബ കലഹങ്ങൾ, അതുപോലെ തന്നെ കടം, ഇതൊക്കെ നമുക്ക് കുറഞ്ഞു വരുന്നതാണ്. നമസ്കാരം.